ഹായ് തിരുമേനി തിരുമേനി, എന്താ വാര്യേ? തിരുമേനി അറിഞ്ഞില്ലേ? എന്താ വാര്യേ? നോക്ക്, നമ്മുടെ ആത്മാക്കളെയൊക്കെ അടിച്ചോടിക്കാൻ ഒരാളിറങ്ങിയിരിക്കണ്. ആത്മാക്കളെ അടിച്ചോടിക്കാനോ? ആരിറങ്ങിയിരിക്കണ്? നമ്മളല്ലാണ്ട് ആരാണ് ആത്മാക്കളെ അടിച്ചോടിക്കാനും അവർക്ക് ശ്രാദ്ധം മൂട്ടാനും ഒക്കെ ഉള്ളേ? എന്താ വാര്യേ പറയണേ? എന്റെ തിരുമേനി, നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കണേ? SIR എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറങ്ങിയത് അറിഞ്ഞില്ലേ? ശോ, എന്താണ് SIR? സർ, ഇതാണോ SIR? എന്റെ പൊന്നെ വാര്യേ, ഒന്ന് കാര്യങ്ങൾ തെളിച്ച് പറയ വാര്യേ. തിരുമേനി, ഇത്രേ ഉള്ളൂ. മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് വരുമല്ലോ. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ അതിൽ വോട്ട് കുത്താൻ നമ്മുടെ ആത്മാക്കളൊക്കെ വന്ന് വോട്ട് കുത്തിയിരുന്നല്ലോ. നമുക്കറിയാലോ, അതിനു മുമ്പത്തെയൊക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ മഞ്ചേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് 89 ആത്മാക്കൾ വോട്ട് കുത്തിക്കൊണ്ടാണ് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിച്ചതൊക്കെ അറിയില്ലേ? പക്ഷെ പിന്നീട് കേസിന് പോയി BJP-യുടെ സ്ഥാനാർത്ഥി. അപ്പൊ നോക്കിയപ്പോ 2000-ലധികം ആത്മാക്കളായിരുന്നു തിരുമേനി ആ വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വന്ന് കുത്തിയ വോട്ടുകള്. അതിനൊക്കെ ഒരു തിരശീല വന്നിരിക്കുന്നു, അതിനൊക്കെ ഒരു അവസാനം വന്നിരിക്കുന്നു തിരുമേനി. എന്താ വാര്യേ പറയണേ? അതെ തിരുമേനി, ചത്തുപോയവര് വോട്ട് ചെയ്യുന്നതല്ല നമ്മുടെ ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിനൊരു അവസരം വന്നിരിക്കുന്നു. SIR എന്ന് പറയുന്ന തീവ്ര വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ആ പരിഷ്കരണം ഉണ്ടല്ലോ, അത് വന്നിരിക്കുന്നു തിരുമേനി. ഞാൻ വെറുതെ പറഞ്ഞതാണ് നമ്മുടെ ആത്മാക്കളെയൊക്കെ അടിച്ചോടിച്ചു എന്നുള്ളത്. തിരുമേനി വിഷമിക്കേണ്ട, നമുക്ക് ശ്രാദ്ധം കൂട്ടാനുള്ള ആത്മാക്കളൊക്കെ വരും. പക്ഷെ ഇത് ചില വോട്ട് ചെയ്യാൻ മാത്രം വരുന്ന ചില ആത്മാക്കളുണ്ട് തിരുമേനി. അവരെ ഓടിക്കാനാണ് ഈ പണി കേട്ടാ. അതാണ് SIR എന്ന് പറഞ്ഞത് തിരുമേനി. ഓ ശുംഭൻ, നീ ഇതാണോ എന്നെ പറഞ്ഞ് പേടിപ്പിക്കണേ? ഞാൻ നിരീച്ചു, ഇനി നമുക്ക് ബലിയിടലും നടക്കില്ല, ഒന്നും നടക്കില്ല. ഇല്ലത്തില് അഷ്ടിക്ക് വകയില്ല എന്ന് അറിയാലോ വാര്യേ. നമ്മൾ വലിയ കുലജാതനൊക്കെയാണ്. ബ്രാഹ്മണൻ, നമ്പൂതിരി എവിടെയില്ല. റിസർവേഷനൊക്കെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റുള്ളവരൊക്കെ കൊണ്ടുപോയി. നമ്മുടെ ഇല്ലത്ത് അഷ്ടിക്ക് വകയില്ല എന്നുള്ളത് നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ നിങ്ങൾക്കും അറിയാലോ. പിന്നെ എന്തിനാണ് വാര്യേ എങ്ങനെ പേടിപ്പിക്കണേ? ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞാ തിരുമേനി. ഇതാണ് ഇവിടെ നടക്കുന്നത്. SIR വന്നു തിരുമേനി. ഇനി ആത്മാക്കൾക്ക് വോട്ട് കുത്തൽ ഇവിടെ നടക്കില്ല. ബംഗാളി, പാകിസ്ഥാനി, നീ എന്നെ ഡാന്ന് വിളിക്കുന്നോ? ബംഗാളി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാകിസ്ഥാനി ബംഗാളി എന്ന് വിളിച്ചിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. വേഗം പെട്ടിയും കൂടൊക്കെ എടുത്താട്ടോ. എന്താടാ ബംഗാളി നീ പറയണേ? പാകിസ്ഥാനി, നമ്മുടെയൊക്കെ ഇവിടെ നാട്ടി ഓടിക്കാനുള്ള ഒരു സിസ്റ്റം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ എത്ര വർഷമായടാ ബംഗാളി നമ്മളൊക്കെ ഇവിടെ വോട്ട് കുത്തിക്കൊണ്ടിരിക്കണ്. വോട്ട് കുത്തി നാട്ടിലെ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോലും നമ്മളല്ലേടാ ബംഗാളി നിയന്ത്രിക്കുന്നത്. പാകിസ്ഥാനി, ഇനി അതൊന്നും നടക്കില്ല. അതോടെ പെട്ടിയും കുടുക്കൊക്കെ വേഗം എടുത്തോ, നമുക്ക് നാട് വിടാൻ സമയമായി. ബംഗാളി, നീ എന്തി പറയണത്? അത് തെളിച്ച് പറയണ ബംഗാളി. പാകിസ്ഥാനി, മറ്റൊന്നുമല്ല, ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പുതിയൊരു സംഭവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെന്താടാ ബംഗാളി? നമ്മളൊക്കെ ഇവിടെ വ്യാജ വോട്ട് നേടിയിട്ടില്ലേ? വ്യാജ വോട്ട് ഉണ്ടാക്കിയിട്ടില്ലേ? വ്യാജ ആധാർ കാർഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ? നമ്മൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഇവിടുന്ന് കിട്ടുന്നില്ലേ? ഈ കേരളത്തിലെ, അതല്ലെങ്കിൽ ഒരു ഭാരതീയൻ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളൊക്കെ ഇവിടെ വോട്ട് വരെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പാകിസ്ഥാനി? അതിനൊക്കെ അറുതി വന്നടാ പാകിസ്ഥാനി. ഇനി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടുക അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. മാന്യരായ പ്രേക്ഷകരെ, പ്രിയപ്പെട്ടവരെ, ഇതാണ് SIR. ഇതിനെതിരെയാണ് ഇവിടെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും പല രീതിയിൽ ഇവിടെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അത് നോക്കൂ, കേരളത്തിൽ 3.5 കോടി ജനങ്ങൾ എന്ന് നമ്മൾ എത്രയോ വർഷമായി കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പക്ഷേ ഇവിടെ 4.5 കോടിക്ക് മുകളിലുള്ള ആളുകൾക്ക് ആധാർ കാർഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഏകദേശം 50 ലക്ഷത്തിന് മുകളിൽ ഇവിടെ ആധാർ കാർഡ് പോലും വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആർക്കാ വിതരണം ചെയ്തിരിക്കുന്നത്? അവിടെയാണ് നമ്മുടെ സുഡാപ്പികളും നമ്മുടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തോളോട് തോൾ ചേർന്ന് വളർത്തിയെടുക്കുന്ന അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നാട്ടിലെ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും അഫ്ഗാനിസ്ഥാനികളും എന്തിനേറെ ശ്രീലങ്കക്കാരും അടക്കമുള്ള വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ഇവർക്ക് വോട്ട് നേടിക്കൊടുക്കുക വഴി, നമ്മൾക്കറിയാം നമ്മുടെ അടുത്ത നാളിൽ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അവിടെയൊക്കെ 10ഉം 20ഉം 30ഉം 40ഉം ഒക്കെ ഓരോ വാർഡുകളിലും ഇത്തരത്തിലുള്ള തീവ്രവാദികളെ കുത്തി നിറച്ചിട്ടുള്ള ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളും അതല്ലെങ്കിൽ SDPI പോലെയുള്ള തീവ്രവാദി സംഘടനകളും ഇടതുപക്ഷം അവരെ ഊട്ടി വളർത്തുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ
SIR-നെതിരെ എതിർപ്പുമായി രംഗത്ത് വരും. എന്താണ് SIR എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് രണ്ട് ചെറിയ സംഭവം നിങ്ങളുടെ മുൻപിലേക്ക് ഇട്ടത്. അല്ലാതെ തിരുമേനിയെയോ വാര്യരെയോ കുറ്റപ്പെടുത്താനല്ല, പാകിസ്ഥാനിയെയോ ബംഗാളിയെയോ കളിയാക്കാനല്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതാണ് SIR. ഇവിടെ തീവ്ര പരിഷ്കരണ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ SIR എന്ന് പറയുന്ന നടപടി ഉണ്ടല്ലോ, അതുമായിട്ട് ഒത്തൊരുമിച്ച് എല്ലാവരും ആ നടപടികളിൽ പങ്കാളികളാവുക. ഇവിടെ വോട്ട് ചെയ്യാൻ ഇവിടുത്തെ നമ്മുടെ ഓരോ ഭാരതീയനുമാണ് അവകാശം, അല്ലാതെ പാകിസ്ഥാനിക്കും ബംഗ്ലാദേശിക്കും ശ്രീലങ്കക്കാരനും അഫ്ഗാനിസ്ഥാനും അല്ല ഇവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നമ്മുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അത് നമ്മൾക്ക് മാത്രമാണ് എന്നുള്ള ആ ലക്ഷ്യബോധത്തോടെ SIR എന്ന് പറയുന്ന പ്രക്രിയയുണ്ടല്ലോ വളരെ സിമ്പിൾ തന്നെയാണ്. അത് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു പ്രക്രിയയിൽ പങ്കാളികളാവുക. നമ്മുടെ ഭാരതത്തിന്റെ സുരക്ഷയ്ക്കും നമ്മുടെ ഭാരതത്തിന്റെ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ആ വലിയ മൂല്യമുണ്ടല്ലോ, അതിനും നമ്മൾ വലിയ വലിയ ഉദാത്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങളായി മാറാൻ വേണ്ടി നമ്മളെല്ലാവരും അതിൽ പങ്കാളികളാവുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ കള്ള വോട്ടുകൾ കുത്തി നിറച്ചുകൊണ്ട് ചത്തുപോയവന്മാർക്ക് പോലും സമാധാനം നൽകാതെ ഇവിടെ ആത്മാക്കളെ വിളിച്ചു വരുത്തി പോലും വോട്ട് ചെയ്യിപ്പിക്കുന്ന സിസ്റ്റമൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമായാലും അവർക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് വലതുപക്ഷമായാലും ഇവിടെ മാറി മാറി ഭരിച്ചിട്ടുള്ള ഇടതും വലതും മാറി മാറി ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടി തന്നെ ഈ SIR നോക്കൂ. നമ്മളെല്ലാവരും കണ്ട എല്ലാ സംസ്ഥാനങ്ങളിലും SIR നടപ്പിലാക്കുന്നു. ആ SIR-ന് മറ്റൊട്ടേറെ ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ നാട്ടിലെ പൗരൻ ആരാണ്, ആ പൗരന് മാത്രമേ ഈ നാട്ടിൽ വോട്ടിംഗ് പവർ ഉള്ളൂ. ഇവിടെ വിദേശത്തൊക്കെ പോയിട്ട് പ്രവാസി എന്ന പേരിൽ അറിയപ്പെടുന്ന കുറെ മുസ്ലിം നാമധാരികളും ഞാൻ മതേതരനാണെന്നും പറഞ്ഞു നടക്കുന്ന ക്രിസ്ത്യൻ ഹിന്ദു നാമധാരികളും ഇല്ലേ? എടോ, നിനക്കൊക്കെ അബുദാബിയിൽ പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുമോ? നിനക്ക് UAE-യിലെ ഏതെങ്കിലും ആ ഒരു 7 എമിറേറ്റ്സുകളിൽ നിനക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? കുവൈറ്റിൽ നിനക്ക് വോട്ടിംഗ് പവർ ഉണ്ടോ? ഖത്തറിൽ നിനക്ക് വോട്ടിംഗ് പവർ ഉണ്ടോ? എന്തിനേറെ ഹജ്ജും ഉംറയും മറ്റും കുന്തൊക്കെ നിർവഹിക്കുന്ന സൗദിയിൽ നിനക്കൊക്കെ വോട്ടിംഗ് പവർ ഉണ്ടോടോ? ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോകുമ്പോൾ നിനക്കൊക്കെ ഭാരത പാസ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു സാധനം ഇല്ലാണ്ട് അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല. എന്നാലോ ഭാരതം എന്ന് പറയുന്ന നിന്റെ പെറ്റ നാടിനെ അതിന്റെ തളർച്ചയിൽ ആഹ്ലാദിക്കുന്ന, അതിന്റെ ഏതൊരു ഉയർച്ചയിലും അതിനെതിരെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന നീയൊക്കെ എന്താടോ പ്രവാസി നന്നാവാത്തെ, എന്താടോ വാര്യേ നന്നാവാത്തെ എന്ന് മോഹൻലാൽ ഇന്നസെന്റിന്റെ കഥാപാത്രത്തോട് ചോദിച്ച പോലെ തന്നെ ഈ നാടിന്റെ ഉന്നതിക്കും ഈ നാടിന്റെ വളർച്ചയ്ക്കും ഈ നാടിന്റെ നിലനിൽപ്പിനും അതിന് ഉതകുന്ന എല്ലാ തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന അതല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ, NDA എന്ന് പറയുന്ന മഹാസഖ്യമുണ്ടല്ലോ, അതില്ല എന്നുണ്ടെങ്കിൽ നാളെ ഹിന്ദുവേ ക്രിസ്ത്യാനി നീയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏത് നാട്ടിൽ മുസ്ലിം ഭൂരിപക്ഷമാവുന്നോ ആ നാടിന്റെ ഗതി പിന്നെ എന്താണ് എന്ന് ചിന്തിക്കുന്ന ഹിന്ദുവേ ക്രിസ്ത്യാനി നീ ഇനിയെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിനക്ക് നന്ന്. അല്ല എന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കുന്ന ഏതൊരു ദൈവം പോയിട്ട് ആരും നിന്നെ സഹായിക്കാനുണ്ടാവില്ല. ഇവിടെ സംഘീയെന്നും RSS എന്നും BJP എന്നും വ്യത്യസ്ത പേരുകളിൽ വിദ്വേഷ പരാമർശത്തോടെ ഒക്കെ ചാണകമെന്ന് പരിഹസിക്കുന്ന അക്കൂട്ടരില്ലേ, അക്കൂട്ടർ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ രീതിയിലെങ്കിലും നീ ജീവിച്ചു പോകുന്നത് എന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ വലിയ മതേതരം പുഴുങ്ങി ജീവിക്കുന്ന ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.